ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ചേനത്തണ്ട് തോരൻ വെച്ച് നോക്കിയാലോ? എങ്ങനെയുണ്ടെന്നറിയാം. അതിനായിട്ട് ഞാൻ ഇന്നിവിടെ ചേന കിളുത്ത് വരുമ്പോൾ രണ്ട് തണ്ടായിട്ട് വരുമല്ലോ, അതിൽ ഇളപ്പനായിട്ടുള്ള തണ്ട്, രണ്ടാമത് വരുന്ന തണ്ട് വേണം മുറിച്ചെടുക്കാൻ. ഇത് അങ്ങനെ രണ്ട് തണ്ട് എടുത്തിട്ടുണ്ട്. ഈ തണ്ട് നമുക്ക് ഈ ചേനയുടെ ഇതുപോലെ തൊലി ഉരിഞ്ഞ് കളയണം. ഇതുപോലെ ചെത്തി കളഞ്ഞാൽ മതി. ഇങ്ങനെ ചെത്തി കളഞ്ഞിട്ട് നമുക്കതെടുക്കാം. കഴുകി വൃത്തിയാക്കി എടുക്കണം. ഇതിൻ്റെ തൊലിയെല്ലാം ചെത്തിക്കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഇതിൻ്റെ വെള്ളമൊക്കെ ഞെക്കിക്കളഞ്ഞ് എടുത്തതാണിത്. ഇത് നമുക്ക് കൊത്തി അരിയണം. ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുക്കണം. വാഴച്ചുണ്ട് തോരനൊക്കെ വെക്കില്ലേ, അതുപോലെ കൊത്തി അരിഞ്ഞെടുക്കണത്. ചേന നന്നായി കൊത്തി അരിഞ്ഞ് ഇതിൻ്റെ വെള്ളം ഇഷ്ടമല്ലാത്തവർക്ക് ഇത് നന്നായിട്ട് ഞെക്കി പിഴിഞ്ഞ് ഇതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞ് എടുക്കാൻ. ഇതുപോലെ സെപ്പറേറ്റായിട്ട് കിടക്കും ചേന. ഇനി നമുക്ക് കടുക് വറുത്ത് വയ്ക്കാം. ഇതിനെ അരച്ച് ചേർക്കാനായിട്ട് പച്ചമുളക്, സബോള, തേങ്ങ ഇത്രയും വേണം. ഇത് നമുക്ക് ചെറുതായിട്ട് ചതച്ചെടുത്താൽ മതിയാകും. തോരനല്ലേ, ചേനപ്പിണ്ടി തോരനാണേ. ഇതൊന്ന് ചതച്ചെടുക്കാം. അടുപ്പ് കത്തിച്ച് ചീനിച്ചട്ടി അടുപ്പേ വെച്ച്, ഞങ്ങളിവിടെ ചീനിച്ചട്ടി എന്നാണ് പറയുന്നത്. പാൻ ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് ഇതിലേക്ക് കുറച്ച് അരി, കടുക്, മുളക്, കറിവേപ്പില ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി ഇതിലേക്ക് നമുക്ക് ഈ ചേനപ്പിണ്ടി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. യോജിപ്പിച്ച് ചെറുതീയിലാകാവും, ലോ ഫ്ലെയിമിലാകാവും. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്, നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. 5 മിനിറ്റ് മതി. ഇടയ്ക്ക് മൂടി തുറന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ 5 മിനിറ്റായി. ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ചതച്ചത്. അത് തേങ്ങയിൽ ഉള്ളിയോ സവോളയോ ചേർത്ത്, പച്ചമുളകും ചേർത്ത്, എരിവിനാവശ്യമായ പച്ചമുളകും ചേർത്ത് ചതച്ച് വെച്ചതാണത്. മൂടി വയ്ക്കാം. ഇങ്ങനെ മൂടി വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പം ഇതിനകത്തെ പച്ചമുളകൊക്കെ ഒന്ന് പച്ചമണം മാറണ്ടേ, അതുവരെ ചെറിയ തീയിൽ മതിയെല്ലാം, അല്ലെങ്കിൽ ഇല്ലേ കരിഞ്ഞു പോകും.
ഇനി ഇത് അടച്ചു വയ്ക്കാം. ഇത് നമുക്കൊന്ന് ഇളക്കി നോക്കാം. ഇതിൻ്റെ കൂടെ ചെറുപയർ ഒത്തിരി വെന്ത് കുഴഞ്ഞു പോകാതെ വേവിച്ച് ഇതിൻ്റെ കൂടെ ചേർത്ത് കഴിക്കാവുന്നതാണ്. കേട്ടിട്ടില്ലേ? ചെറുപയറും ചേനത്തണ്ടും എന്ന് കേട്ടിട്ടില്ലേ? ചേനത്തണ്ടും ചെറുപയറും നാളെ തന്നെ തിരുവോണം എന്ന് കേട്ടിട്ടില്ലേ? അപ്പം ഇതിപ്പോൾ ചെറുപയറില്ല, അതുകൊണ്ട് ചേനത്തണ്ട് മാത്രം ആണ് ചെയ്യുന്നത്. ഇതെല്ലാവരും ചെയ്ത് നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ഇടുക, ലൈക്ക് അടിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. അങ്ങനെ സ്വാദിഷ്ടമായ പോഷകസമ്പൂർണമായ ചേനപ്പിണ്ടി തോരൻ റെഡി.